എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ജോലിക്ക് പോകുന്നില്ലേ, അവന്മാര് വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്, മക്കളുടെ കാര്യങ്ങൾ ചെയ്യാണ്ട്, അതുമാതിരി ഇതിൻ്റെ ഇടയിൽ കൂടെ നീ വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്, പോരാത്തതിന് നമ്മുടെ ഈ ഗാർഡനിങ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ ചെടികൾ വെക്കുക മാത്രം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, ഇതിനൊക്കെ എവിടെയെന്നാ സമയം എന്നാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരവുള്ളൂ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം തന്നെ നമ്മൾ കണ്ടെത്തും, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടമുള്ള ഒരു ഫീൽഡാണ് ഗാർഡനിങ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ 2 മക്കളും പഠിക്കാൻ അതായത് സ്കൂളിലേക്ക് പോയതിന് ശേഷം, ഹസ്ബൻഡിന് ജോലിക്ക് പോയതിന് ശേഷമുള്ള ഭാഗമാണ് ഞാൻ എൻ്റെ ചെടികളുടെ അടുത്തേക്ക് പോകുന്നത്. ഒരു ദിവസം പോലെ അവരുടെ അടുത്തേക്ക് ഞാൻ എത്താണ്ടിരിക്കില്ല, കാരണം അത്രയും ജീവനാണ് അവരെ. അതായത് അവരെ ഈ ചെടികൾ എപ്പോഴും നനയ്ക്കൽ മാത്രമല്ല, നമ്മൾ കൊണ്ടുവച്ച നനയ്ക്കൽ മാത്രമല്ല, അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവർ ക്ഷീണത്തിലാണോ, ഇതൊക്കെ അറിയാം. അവർ ശരിക്കും അവരായിട്ട് നമ്മളൊരു സംസാര ഭാഷ നമുക്ക് അവർക്ക് അത് തമ്മിൽ കണ്ടെത്താമെന്നുള്ള രീതിയിലാണ്. ഒരുവിധം ചെടികളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവർക്കും ഈ പ്രാന്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നും ഞാൻ അവർ പോയതിന് ശേഷം ഒന്നെല്ലാവരും ഓടിച്ചെത്തിക്കും. വൈകിട്ട് ഞാൻ നനയ്ക്കും, ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് നനയ്ക്കുക. ഇന്ന് രാവിലെ ഇവരെല്ലാവരും പോയതിന് ശേഷം ഇവരുടെ അടുത്തേക്ക് പോയി നോക്കും. പിന്നെ ഓരോ പ്ലാന്റുകളായാലും അത് വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. ചെറിയ കമ്പ് കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ അതിന് നശിച്ച് പോവാതിരിക്കാനായിട്ട് ചെറിയ ചെറിയ കമ്പ് ഏതെങ്കിലും ഒരു കവറിൽ എങ്ങനെയും കുത്തി വയ്ക്കാം. എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മൾ നമ്മുടെ ചെടിയിൽ നിന്ന് പൂവ് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം. അപ്പോഴാണ് പുതിയ തളിർപ്പ് വന്ന് നമ്മൾ വീണ്ടും ഫ്ലവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇതൊക്കെ എൻ്റെ ഹോബിയാണ്, ഇഷ്ടപ്പെട്ട ചെയ്യണ കാരണം. ഇതൊക്കെ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്, നാടൻ ഒരു തണ്ട് വലുത് കിട്ടിയിരുന്നു, അതൊക്കെ നല്ലോണം വെച്ച് പിടിച്ചു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ബൊഗൻവില്ലയിലൊക്കെ നല്ലോണം ഫ്ലവർ ഇട്ട് തുടങ്ങി. അതിൻ്റെയൊക്കെ എന്താണ് വളം ചെയ്യണമെന്നൊക്കെ ഞാനൊരു വീഡിയോ, ചെറുതായിട്ട് ഷോർട്സ് വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ ഇതാണ്, മൊത്തത്തിലൊന്ന് ഓടിപ്പിച്ച് നോക്കും, പുതിയ പ്ലാന്റുകൾ ചെറിയ കമ്പുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കും, പിന്നെ നനയ്ക്കൽ, പിന്നെ ആഴ്ചയിൽ വളമിടൽ.